വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ പേരക്കൊക്കെ വല കെട്ടി കൊടുക്കുന്ന പരിപാടിയാണ്. പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ അങ്ങനെ വല കെട്ടി കൊടുക്കാറില്ല. സാധാരണ നമ്മൾ കവറിൽ കെട്ടി കൊടുക്കലാണ് പതിവ്. പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കവർ കെട്ടി കൊടുത്താൽ നടക്കില്ല, കൂടുതൽ കെട്ടി കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്ത് വല വാങ്ങിയിട്ട് ഒന്നായിട്ട് മൂടാൻ വിചാരിച്ച്. അല്ലെങ്കിൽ ചെറിയ കായാകുമ്പോൾ തന്നെ പ്രാണികളൊന്ന് ഇരുന്ന് മുട്ടയിട്ട് വലുതാകുമ്പോൾ പുഴുക്കളായി മാറും. പിന്നെ പാകമാകാൻ നേരത്തെ വവ്വാലുകളും വരും. വവ്വാലുകൾ ശല്യം ഉണ്ട്. അപ്പോൾ വവ്വാലും കൊത്തും. ഇന്നത്തെ കാലത്ത് വവ്വാലും ഒത്തിരി സാധനം തിന്നാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ഫുള്ളായിട്ട് വല വാങ്ങിയിട്ട് ഏകദേശം ഒരു 3 വല ഉണ്ടത്. 3 വല വാങ്ങിയിട്ട് ഫുള്ളായിട്ട് കെട്ടി മൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ എത്ര കായ ഉണ്ടാവില്ല, ചെറിയൊരു കായ് മരമായിരുന്നു. അത് ഡ്രമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രമ്മൊക്കെ നിന്ന് വളർച്ചയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സൈസായി കിട്ടുകയും ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്ത് ഡ്രമ്മൊക്കെ അടി പൊട്ടിച്ചിട്ട് നിലത്തേക്ക് മാറ്റി ഇത്തവണ എല്ലാം പ്രൂൺ ചെയ്തെടുത്തപ്പോൾ എല്ലാം പുഷായിട്ട് വന്ന്. അപ്പോൾ നല്ലോണം ബ്രാഞ്ചസ് ഉണ്ടായപ്പോൾ നല്ലോണം കായ ഉണ്ടായി. അപ്പം എന്ത് ചെയ്ത് കവറ് കെട്ടി കൊടുക്കാൻ നടക്കില്ല, ഇഷ്ടംപോലെ കായ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് 3 വലാണ്ട് വാങ്ങിയിട്ട് സെറ്റാക്കിയിട്ട് ഒന്നായിട്ട് മൂടിക്കൊണ്ടിരിക്കുക. നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ പരിപാടിയിലാണ്. തായ് പിങ്ക് പേരൊക്കെയാണ്. ഏകദേശം ഒരു 3 വർഷമായി വെച്ചിട്ട് 2 വർഷമായിട്ട് നല്ലോണം കായുണ്ട്. അപ്പോൾ കുറഞ്ഞ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ് തായ് പിങ്ക് പേര. തായ് പിങ്കാണിത്, പിങ്ക് കളർ പേരയൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടണം. വെയിലുള്ളിടത്ത് വെക്കാവും, അല്ലാഞ്ഞാൽ അത് കായപിടുത്തം കുറവ്. വെയിലുള്ളിടത്ത് നല്ല കായപിടുത്തമുണ്ട്. വെച്ച് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം ഒരു കായ പിടിക്കാൻ തുടങ്ങും. കൊല്ലത്തിൽ ഇത് സീസണൊന്നുമില്ല, സീസണിലാണ് കൂടുതൽ കായ്ക്കുക. കൊല്ലത്തിൽ 3-4 പ്രാവശ്യം ആയിട്ട് ഇതിപ്പോൾ കായുണ്ട്. എപ്പോഴും ഒരു 1-2 കായായിട്ട് എപ്പോഴും ഉണ്ടാവും, സീസൺ അല്ലാത്തപ്പോഴും. സീസണാണ് ഇതുപോലെ കൊലകുത്തി കായ്ക്കുന്നത്. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വെക്കാൻ പറ്റും. സ്ഥലമുള്ളവർക്കും വെക്കാം, സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ്. നല്ലൊരു ഫ്രൂട്ട്സും കൂടിയാണ് തായ് പിങ്ക് പേര. നല്ല സോഫ്റ്റായിട്ട് സീഡ് കുറഞ്ഞിട്ടുള്ളൊരു പേരയ്ക്ക് കൂടിയാണ്. സാധാരണ നമ്മളിതുപോലെ വലൊന്നും കെട്ടി കൊടുക്കാറില്ലായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം നമ്മൾ കവറാണ് കെട്ടി കൊടുത്തിരുന്നത്. കവർ കെട്ടുമ്പോൾ ഇപ്പോൾ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഏകദേശം വല വാങ്ങി. ഏകദേശം 300-400 റുപ്യേൻ്റെ വല വാങ്ങിയിട്ടുണ്ടത്. എന്നിരുന്നാലും സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ പ്രാണികളിൽ ഏറ്റവും ശല്യമുള്ള സാധനമാണ് ഈ വെള്ളീച്ചാന സാധനം. ആ സാധനം കാണൂല, മരത്തുമ്പിൽ വന്നു കഴിഞ്ഞാൽ പോയി കിട്ടൂല. ഈ പേരൊക്കെ ചെറുതായി വരുമ്പോൾ തന്നെ കാണാൻ വെള്ള പൗഡറായിട്ട് സാധനം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തുടക്കത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ വലുതായി വരുമ്പോഴാണ് ഇതൊക്കെ കാണുക. വലുതായി പാകമായി വരുമ്പോൾ പൊട്ടിച്ച മണ്ട ഒറ്റകൾ മുട്ടയിട്ട് അതിൻ്റെ ഉള്ളിൽ പുഴുക്കളായി മാറിയിട്ടുണ്ടാകുക. അപ്പോൾ ആ ശല്യമൊന്നും ഇല്ലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് പൈസ ഒക്കെ മുടക്കി 2-3-4 വലൊക്കെ വാങ്ങി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പേരക്കൊക്കെ വീട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പേരക്കിൽ ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഈ തായ് പിങ്ക്. അപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട, നേരത്തെ തന്നെ വെച്ച് 6 മാസം കൊണ്ട് തന്നെ കായ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ തായ് പിങ്ക് പേര. അപ്പോൾ പേരക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ വെക്കേണ്ട ഒന്നാണ് തായ് പിങ്ക്. നേരത്തെ തന്നെ കായ്ക്കും. ഏകദേശം കൂടുതലൊന്നും വെയിറ്റ് ചെയ്യേണ്ട, 6 മാസം കൊണ്ട് തന്നെ കായ പിടിക്കും. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റുള്ള മരങ്ങളൊക്കെ തടസ്സമായിട്ടുണ്ടെങ്കിൽ കായപ്പിടുത്തം ഉണ്ടാവില്ല. നല്ല വെയിലുള്ളിടത്തൊക്കെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ തന്നെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും. ഓക്കെ.